ഇന്ന് ഏപ്രിൽ 14 ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മദിനം. മരണപ്പെട്ട് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചാ വിഷയമായി നിൽക്കുന്നു. അംബേദ്കറെ സ്വന്തമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഭരണഘടന അപകടത്തിലാണെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ ബി.ജെ.പി. അംബേദ്കറുടെ പൈതൃകത്തെ തങ്ങളുടെ പുതിയ ദേശീയതയുമായി തുന്നിച്ചേർക്കുന്നു. രാഷ്ട്രീയത്തിൽ ഭക്തി അഥവാ വ്യക്തിപൂജ ഏകാധിപത്യത്തിലേക്കുള്ള വഴിയാണെന്ന് അംബേദ്കർ 1949 തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് 2026 നമ്മുടെ ജനാധിപത്യത്തിലേക്ക് നോക്കുമ്പോൾ ആ വാക്കുകൾ എത്രത്തോളം പ്രസക്തമാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അംബേദ്കറെയും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അംബേദ്കറുടെ മൂല്യങ്ങളെയാണോ അതോ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെയാണോ സ്നേഹിക്കുന്നത്? നമുക്ക് നോക്കാം. നരേന്ദ്രമോദി എന്ന വ്യക്തിയിലേക്ക് പാർട്ടിയും ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു വശത്ത് ഭരണത്തിന് വേഗത നൽകുന്നു എന്ന് വാദിക്കാമെങ്കിലും എല്ലാ നേട്ടങ്ങളും ഒരാളിലേക്ക് ചുരുങ്ങുന്നത് അംബേദ്കർ ഭയപ്പെട്ട വ്യക്തിപൂജയുടെ ഉത്തമ ഉദാഹരണമാണ്. ബി.ജെ.പിയെ നേരിടാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധി എന്ന നായകനെ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത്. ഭരണഘടനയുടെ കാവലാൾ എന്ന ഇമേജ് രാഹുലിലേക്ക് ചാർത്തി കൊടുക്കുന്നത് വഴി മറ്റൊരു തരം വ്യക്തിപൂജ അവിടെയും രൂപപ്പെടുന്നുണ്ട്. ബി.ജെ.പിയുടെ ഹിന്ദുത്വ അജണ്ടയെ നേരിടാൻ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ കവചമാണ് ഭരണഘടന. ഭരണഘടനയെ തൊടുന്നത് അംബേദ്കറെ തൊടുന്നതിന് തുല്യമാണെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ വെറുമൊരു പ്രതിരോധം കൊണ്ട് മാത്രം കാര്യമില്ല. ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന ശക്തമായ ദേശീയതയ്ക്ക് പകരം വയ്ക്കാൻ പോകുന്ന ഒരു പോസിറ്റീവ് വിഷൻ നൽകാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്നത് സംശയമാണ്. ബി.ജെ.പി. രാഷ്ട്രീയം മിക്കപ്പോഴും പ്രോ ആക്റ്റീവാണ്. അതായത് അവർ ഒരു അജണ്ട നിശ്ചയിക്കുന്നു. ഉദാഹരണത്തിന് വികസിത് ഭാരത്, രാമക്ഷേത്രം, ഏകീകൃത സിവിൽ കോഡ്. ജനങ്ങൾ എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. പ്രതിപക്ഷം പലപ്പോഴും ഇതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബി.ജെ.പി. ഒരു നീക്കം നടത്തുമ്പോൾ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. ഇവിടെ പ്രതിപക്ഷം ബി.ജെ.പിയുടെ പിച്ചിൽ കളിക്കാൻ നിർബന്ധിതരാകുന്നു. സ്വന്തമായ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ജനങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് മുന്നോട്ടുള്ള യാത്രയാണ്. ഞങ്ങൾ വന്നാൽ ഇന്ത്യ ഇങ്ങനെയൊക്കെ മാറ്റും എന്ന് പറയുന്ന ഒരു വിഷൻ പ്രതിപക്ഷത്തിന്റെ കയ്യിലില്ല. ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് നിലവിലുള്ള ഒന്നിനെ നിലനിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ പുതുതായി എന്ത് നൽകും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗങ്ങളിലും റാലികളിലും ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പ് ഉയർത്തിക്കാട്ടുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഭരണഘടന എന്നത് വെറും ഒരു നിയമ പുസ്തകമല്ല, മറിച്ച് ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുടെ ഉറവിടമാണെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു. ഇത് ബി.ജെ.പിയുടെ മതപരമായ പ്രതീകങ്ങൾക്ക് ബദലായി ഒരു ജനാധിപത്യ പ്രതീകം പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ്. ഭരണഘടന മാറ്റിമറിക്കപ്പെടും എന്ന ഭയം ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വോട്ട് മാറ്റത്തിന് കാരണമാകും. ജാതി സെൻസസ് എന്ന ആവശ്യത്തെ ഭരണഘടനയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ സാമൂഹിക നീതിയുടെ വക്താക്കളായി മാറാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കങ്ങൾ. ഇതേസമയം ബി.ജെ.പിയും മറുവശത്ത് അംബേദ്കറെ തങ്ങളുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അംബേദ്കറുടെ ബുദ്ധമത സ്വീകരണത്തെ ഹിന്ദുമതത്തിലെ പരിഷ്കരണമായി വ്യാഖ്യാനിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നു. അംബേദ്കർ വിഭാവനം ചെയ്ത സാമ്പത്തിക പുരോഗതിയും ഡിജിറ്റൽ ഇന്ത്യയും നടപ്പിലാക്കുന്നത് തങ്ങളാണെന്ന് ബി.ജെ.പി. വാദിക്കുന്നു. ഭീമ, വാരണാസിയിലെയും മുംബൈയിലെയും സ്മാരകങ്ങൾ എന്നിവ വഴി അംബേദ്കറെ തങ്ങളുടെ ആളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. പക്ഷേ ഇ.ഡി., CBI, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ അംബേദ്കർ വിഭാവനം ചെയ്ത ജനാധിപത്യത്തിന് വെല്ലുവിളിയാകുന്നു. അംബേദ്കർ പറഞ്ഞത് രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് മാത്രം കാര്യമില്ല, അത് സാമൂഹിക ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നാണ്. ഇവിടെയാണ് ജാതി സെൻസസ് എന്ന വിഷയം വരുന്നത്. രാജ്യത്തെ വിഭവങ്ങൾ ആരുടെ കൈവശമാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംബേദ്കറുടെ പ്രാതിനിധ്യ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ്. പിന്നോക്ക വിഭാഗങ്ങളെ അധികാരത്തിന്റെ ഭാഗമാക്കാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വനിതാ സംവരണ ബില്ലിൽ പ്രതിപക്ഷം OBC ക്വാട്ട ആവശ്യപ്പെടുന്നതും അംബേദ്കർ ഉയർത്തിപ്പിടിച്ച സാമൂഹിക നീതിയുടെ ഭാഗമാണ്. മണ്ഡല പുനർനിർണയം വരുമ്പോൾ ദളിത്, ആദിവാസി മണ്ഡലങ്ങളുടെ ക്രമീകരണത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ വിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയ്ക്കുമോ എന്ന ഗൗരവകരമായ ചർച്ചയും ഇന്ന് നടക്കുന്നുണ്ട്. നാം നിൽക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ വഴിത്തിരിവിലാണ്. ബി.ജെ.പി. അദ്ദേഹത്തെ വികസന അജണ്ടയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷം അദ്ദേഹത്തെ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള കവചമാക്കുമ്പോഴും അംബേദ്കർ മുന്നോട്ട് വെച്ച യഥാർത്ഥ ലക്ഷ്യം എവിടെയോ മറഞ്ഞു പോകുന്നുണ്ട്. ജാതി നിർമ്മാർജ്ജനം എന്ന അദ്ദേഹത്തിന്റെ അടിസ്ഥാന സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് പലർക്കും ഭയമാണ്. അംബേദ്കർ ഒരു വഴിവിളക്കാണ്. ആ വിളക്ക് തെളിച്ചു പിടിക്കേണ്ടത് വോട്ട് തേടി വരുന്ന രാഷ്ട്രീയക്കാർ മാത്രമല്ല, അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ ഇന്ത്യയിലെ ഓരോ പൗരന്മാരുമാണ്. കാരണം ജനാധിപത്യം എന്നാൽ വെറുമൊരു ഭരണക്രമമല്ല, അതൊരു ജീവിത രീതിയാണ്.